In this video, let us discuss about profit and loss account. We have already studied what is trading account. We have been discussing about the final accounts of the sole proprietor. So, final account is being divided into trading account, P&L account and balance sheet. In it, we have already discussed trading account. And in this video, let us discuss what is P&L account or profit and loss account. അപ്പോൾ ഇന്ന് ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ പറഞ്ഞു എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസുകളുമാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡയറക്റ്റ്ലി റിലേറ്റഡ് ടു ട്രേഡ്. അങ്ങനെയുള്ള എക്സ്പെൻസുകളാണ് അതിൽ റെക്കോർഡ് ചെയ്യുക. അതുകൂടാതെ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, ക്ലോസിംഗ് സ്റ്റോക്ക്, സെയിൽസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്തത്. ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് നമ്മൾക്ക് ലഭിക്കുന്ന ആ പ്രോഫിറ്റിനെയാണ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുക. അപ്പം അത്രയും മാത്രമല്ല, ഇനിയും ഡയറക്റ്റ് അല്ലാതെ കുറേ ഇൻഡയറക്റ്റ് എക്സ്പെൻസസും ഇൻകംസും നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാവും. അപ്പം അവയെ കാറ്റഗറൈസ് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനുമാണ് നമ്മൾ P&L അക്കൗണ്ട് യൂസ് ചെയ്യുന്നത്. സോ P&L അക്കൗണ്ട് ഇസ് പ്രിപ്പയർഡ് ടു നോ ദ ഫൈനൽ പ്രോഫിറ്റ് ഓർ ലോസ്. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കിട്ടിയത് ട്രേഡിംഗ് പ്രോഫിറ്റ് ഓർ ലോസ് ആണ്, അതായത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ നെറ്റ് പ്രോഫിറ്റിലേക്ക് എത്തണം. സോ ദിസ് ഇസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇസ് ഓൾസോ നോൺ ആസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. നെറ്റ് ഇൻകം അല്ലെങ്കിൽ എക്സ്പെൻസ് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് P&L അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. സോ P&L അക്കൗണ്ടിൽ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഗ്രോസ് പ്രോഫിറ്റിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് വരിക അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് കിട്ടിയ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ഏതാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയത്, അത് വെച്ചിട്ടാണ് നമ്മുടെ P&L അക്കൗണ്ട് കണ്ടിന്യൂ ചെയ്യുക. നമ്മൾ ഫൈനൽ അക്കൗണ്ടിൽ എഴുതുമ്പോൾ ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എഴുതുക. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് തന്നെ ഇത് പോകും. സോ ഇപ്പം ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് ആണ് നമുക്ക് കിട്ടിയതെങ്കിൽ അതിനെ ഇവിടെ ക്രെഡിറ്റ് സൈഡിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. സോ ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോട്ട് ഡൗൺ ട്രേഡിംഗ് അക്കൗണ്ടിലെ ഗ്രോസ് പ്രോഫിറ്റ്. ഇനിയല്ല, ട്രേഡിംഗ് അക്കൗണ്ടിൽ ലോസ് ആണ് നമുക്ക് കിട്ടിയതെങ്കിൽ ഇവിടുത്തെ ഡെബിറ്റ് സൈഡിലേക്ക് അത് ഫോർവേഡ് ചെയ്യാം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും ഡെബിറ്റ് സൈഡിൽ കൊടുക്കുക, ഇൻഡയറക്റ്റ് ഇൻകംസ് ക്രെഡിറ്റ് സൈഡിലും കൊടുക്കുക. അത്രയും മാത്രമേ ഉള്ളൂ P&L അക്കൗണ്ടിൻ്റെ പ്രത്യേകത. അപ്പം ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസുകളും കൊടുത്തു. ബട്ട് P&L അക്കൗണ്ടിൽ വി ഹാവ് ടു ഗീവ് ഓൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. അപ്പം ചില കോമൺ ആയിട്ടുള്ള കുറച്ച് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. അല്ലെങ്കിൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഏതൊക്കെ എക്സ്പെൻസുകളാണ് വരിക എന്നുള്ളൊരു ഐഡിയ, ഏതൊക്കെയാണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ലാത്ത ബാക്കി എല്ലാ തരത്തിലുള്ള ബിസിനസ് എക്സ്പെൻസുകളും വരുന്നത് P&L അക്കൗണ്ടിൽ ആയിരിക്കും. അപ്പോൾ അതിൽ കോമൺ ആയിട്ട് വരുന്ന ചില എക്സ്പെൻസുകളാണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. സാലറീസ് ആൻഡ് വേജസ്. ഐ ഹാവ് ഓൾറെഡി ടോൾഡ്, വേജസ് എന്ന് മാത്രമാണെങ്കിൽ നമ്മൾ ട്രേഡിങ്ങിൽ കൊടുക്കും. പക്ഷെ വേജസ് ആൻഡ് സാലറീസ് ഒരുമിച്ചാണെങ്കിൽ വി വിൽ ട്രീറ്റ് ഇറ്റ് ആസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആൻഡ് വിൽ ഷോ ഇൻ ദിസ് P&L അക്കൗണ്ട്. പിന്നെ വരുന്നത് ക്യാരേജ് ഔട്ട്വേർഡ് ആണ്. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ വെറുതെ ക്യാരേജ് എന്ന് പറഞ്ഞൊരു എക്സ്പെൻസ് അല്ലെങ്കിൽ ക്യാരേജ് ഇൻവേർഡ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളത് ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്. പക്ഷെ ക്യാരേജ് ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ P&L അക്കൗണ്ടിൽ കാണിക്കാം. പിന്നെയുള്ള ബാക്കി എല്ലാ കോമൺ ആയിട്ടുള്ള എക്സ്പെൻസസ്, റെന്റ്, പ്രിന്റിംഗ്, സ്റ്റേഷനറി, ഓഡിറ്റ് ഫീ, റിപ്പയർസ്, ലീഗൽ എക്സ്പെൻസസ്, ഇൻട്രസ്റ്റ്, അഡ്വർടൈസ്മെന്റ്സ്, ബാഡ് ഡെറ്റ്സ്, കമ്മീഷൻ, ഇതെല്ലാം ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ P&L ഡെബിറ്റ് ചെയ്യുക. ഇതിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഏതൊക്കെ ഐറ്റംസ് ആണോ തന്നിട്ടുള്ളത് അതിനെ ഇവിടെ എഴുതാം. പിന്നെയുള്ളത് ഡിസ്കൗണ്ട് അലൗഡ്. ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡിസ്കൗണ്ട്, ഇപ്പം പർച്ചേസ് ഒക്കെ ചെയ്യുമ്പോൾ സെയിൽ നടത്തുമ്പോൾ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡിസ്കൗണ്ട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഡിസ്കൗണ്ട് അലൗഡ്. പിന്നെ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിക്സഡ് അസറ്റിൻ്റെ ഡിമിനിഷിങ് അല്ലെങ്കിൽ അതിൻ്റെ വെയർ ആൻഡ് ടയർ അതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അത് വരും. പിന്നെ അതുപോലെ ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. ഏതെങ്കിലും ഫിക്സഡ് അസറ്റ് നമ്മൾ വിറ്റപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് കോമൺലി. പിന്നെ ഇത് കൂടാതെ ഏത് തരത്തിലുള്ള എക്സ്പെൻസുകളാണെങ്കിലും ഇതൊക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസിലാണ് നമ്മൾ കാണിക്കുക. സോ those expenses which are not directly related to production are shown as indirect expense in the
P&L account. ഇതൊരു കുറച്ചേ മാത്രമേ ഉള്ളൂ. ബാക്കി ഏത് തരത്തിലുള്ള മിസലേനിയസ് എക്സ്പെൻസസ് എന്ത് വന്നാലും കമ്മീഷൻ അങ്ങനെയുള്ളതൊക്കെ നമുക്കിവിടെ കൊടുക്കാം. അതേപോലെ തന്നെയാണ് ഇപ്പം ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ അത് ഫോർവേഡ് ചെയ്യാം. അതല്ലാതെ എന്തൊക്കെ ഇൻകംസ് ഇൻഡയറക്റ്റ് ആയിട്ട് എന്തൊക്കെ ഇൻകംസ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ അതൊക്കെയാണ് ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കേണ്ടത്. മെയിനായിട്ട് ഇപ്പോൾ ചിലപ്പോൾ റെൻറ്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇതൊക്കെ നമുക്ക് ഇൻകം ആണ്. അപ്പം അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇൻഡയറക്റ്റ് ഇൻകത്തിൽ കാണിക്കാം. പിന്നെ അതുപോലെ ബാഡ് ഡെപ്റ്റ് റീകവേർഡ്. ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബാഡ് ഡെപ്റ്റ് നമ്മൾ കാണിക്കേണ്ടത് എക്സ്പെൻസ് ആണ്. ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡെപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. നമ്മൾ ഗുഡ്സ് വിറ്റു പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷ് കിട്ടാത്ത അവരെയാണ് നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അവരിൽ നിന്ന് നമുക്ക് ഇനി കിട്ടില്ല എന്ന് ഉറപ്പിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ അതിനെ ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. അത് നമ്മുടെ നഷ്ടമാണ്. ഇനി അങ്ങനെ നഷ്ടമായി പോയത് പിന്നീട് റീകവർ ആയി, പിന്നീട് അവർ തരാമെന്ന് പറഞ്ഞ് തന്നു, അങ്ങനെ വരുന്നതിനെയാണ് ബാഡ് ഡെപ്റ്റ് റീകവേർഡ് എന്ന് പറയുന്നത്. അപ്പം പിന്നെ അതുപോലെ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. ലോസ് എന്ന് പറയുന്നത് നമ്മളിവിടെ കാണിച്ചു. ഇനി എന്തെങ്കിലും ഐറ്റം സെയിൽ ചെയ്തിട്ട് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇൻകം സൈഡിൽ കാണിക്കാം. അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഡയറക്റ്റ് അല്ലാതെ ഇൻഡയറക്റ്റ്ലി നമുക്ക് ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ട്രേഡുമായിട്ട് ഡയറക്റ്റ്ലി ബന്ധമില്ലാത്ത ഏത് തരത്തിലുള്ള ഇൻകത്തിനെയും നമ്മൾ ഇൻഡയറക്റ്റ് ഇൻകത്തിൻ്റെ ഗണത്തിലാണ് പെടുത്തുക. സോ അതാണ്. സോ ഇത്രയേ ഉള്ളൂ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ്. ആദ്യമേ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഏതാണോ അത് ബ്രോട്ട് ഡൗൺ ചെയ്യുക. അതിനുശേഷം ഡെബിറ്റ് സൈഡിൽ എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെയും കാണിക്കുക. ക്രെഡിറ്റ് സൈഡിൽ എല്ലാ ഇൻഡയറക്റ്റ് ഇൻകംസെയും കാണിക്കുക. ഇത്രയും എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യാണ് വേണ്ടത്. ബാലൻസ് ചെയ്യുമ്പോൾ നേരത്തെ ട്രേഡിംഗ് അക്കൗണ്ട് ബാലൻസ് ചെയ്തതുപോലെ തന്നെ ബാലൻസ് ചെയ്യുക. ഇവിടെയാണ് നമുക്ക് ബാലൻസ് കിട്ടുന്നതെങ്കിൽ അത് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും ബിസിനസ്സിൽ ഉണ്ടായിരിക്കുക. ഇവിടെയാണ് ബാലൻസ് കിട്ടുന്നത് എങ്കിൽ വിൽ ബി ഹാവിങ് നെറ്റ് ലോസ്. ഈ കിട്ടുന്ന പ്രോഫിറ്റ് ആണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് കിട്ടിയത് ആകെ നമ്മുടെ ഡയറക്റ്റ്ലി ട്രേഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഫിറ്റും ലോസും ആണ്. P&L അക്കൗണ്ടും കൂടി ചെയ്യുമ്പോഴാണ് മൊത്തം ബിസിനസ്സിൻ്റെ ആക്ച്വൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് നമുക്ക് അറിയാൻ പറ്റും. എന്നിട്ട് ഈ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഈ ലോസ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. സോ ദിസ് ഈസ് ദ ഫോർമാറ്റ് ഓഫ് P&L account. P&L account is also known as income statement. It shows the actual profit or loss of the business. Okay, next item in the financial statement is the balance sheet. We have already learned out trading account and P&L account. The next one is balance sheet. So what is balance sheet of a company? Balance sheet of a company is a statement of financial position of the business. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് P&L അക്കൗണ്ടിലൊക്കെ കമ്പനിയുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അതാണ് അസർട്ടൈൻ ചെയ്തത്. പക്ഷെ ബാലൻസ് ഷീറ്റിൽ കമ്പനിയുടെ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു ഇയറിലെ ഫിനാൻഷ്യൽ പൊസിഷൻ, ആ പർട്ടിക്കുലർ ഡേറ്റിൽ കമ്പനിയുടെ പൊസിഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് അതാണ് ബാലൻസ് ഷീറ്റ് കാണിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, whereas P&L account is a statement of അല്ലെങ്കിൽ it is an income statement. So it is also നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ്. It is also known as position statement. And balance ഷീറ്റിൽ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത് it is the balances of all ledger accounts which are not closed. ലെഡ്ജർ അക്കൗണ്ട് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ചില ലെഡ്ജർ അക്കൗണ്ട് ജേർണലിൽ നിന്ന് നമ്മൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. അതിൽ ചില ലെഡ്ജർ അക്കൗണ്ട്സ് നമ്മൾ അപ്പം തന്നെ ക്ലോസ് ചെയ്യുന്നു, അതിനകത്ത് ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് ആയത് ക്ലോസ് ചെയ്യുന്നു. വേറെ ചില ലെഡ്ജർ അക്കൗണ്ട്സ് നമ്മൾ അടുത്ത വർഷത്തേക്ക് ഫോർവേഡ് ചെയ്യുന്നു. ഇപ്പോൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത് ഇറ്റ് ഈസ് ദ ബാലൻസസ് ഓഫ് ഓൾ ലെഡ്ജർ അക്കൗണ്ട്സ് വിച്ച് ആർ നോട്ട് ക്ലോസ്ഡ്. അങ്ങനെ ക്ലോസ് ചെയ്യാത്ത ലെഡ്ജർ അക്കൗണ്ടുകളാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുക, അതായത് ബാലൻസുകൾ ഉള്ള അക്കൗണ്ടുകൾ. ഓക്കെ, പിന്നെ രണ്ട് സൈഡാണ് മെയിനായിട്ട് ബാലൻസ് ഷീറ്റിനുള്ളത്, അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും. ലയബിലിറ്റി സൈഡ് എന്ന് പറയുന്നത് വേർ മണി കംസ് ഫ്രം, നമ്മളുടെ ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്ന ഐറ്റംസ് അതിനെയാണ് യൂഷ്വലി ലയബിലിറ്റി സൈഡിൽ നമ്മൾ കാണിക്കുക. ഫോർ എക്സാമ്പിൾ ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ റിസർവ്സ് അല്ലെങ്കിൽ ലോൺസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കമ്പനിയിലേക്ക് കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ക്യാഷ് എടുക്കുന്നതാണ്. So liability side is the side which show where money comes from. ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്ന
ആ സോഴ്സസ് ആണ് യൂഷ്വലി ലയബിലിറ്റി സൈഡിൽ വരിക. ആൻഡ് അസറ്റ് സൈഡ് ഷോസ് ദോസ് ഐറ്റംസ് വെയർ മണി ഹാസ് ബീൻ യൂസ്. നമ്മൾ വാങ്ങിച്ച അല്ലെങ്കിൽ എടുത്ത ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് കൊണ്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നടത്തി, എവിടെയൊക്കെ ആണത് യൂട്ടിലൈസ് ചെയ്തത്, ഏതൊക്കെ അസറ്റ് ആണ് അതുകൊണ്ട് വാങ്ങിച്ചത്, അതൊക്കെയാണ് അസറ്റ് സൈഡിൽ അതിൻ്റെ ലിസ്റ്റാണ് വരിക. പിന്നെയുള്ള രണ്ട് ടേംസ് ബാലൻസ് ഷീറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഗ്രൂപ്പിങ്ങും മാർഷലിങ്ങും. അപ്പം ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ഐറ്റംസ് ഉണ്ടാവും നമുക്ക് ബാലൻസ് ഷീറ്റിൽ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെ ഗ്രൂപ്പ് ചെയ്ത് സെപ്പറേറ്റ് ഹെഡ്സിലാക്കിയിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ എഴുതുക. എല്ലാ ഐറ്റംസും അതേപോലെ നമ്മളിപ്പോൾ P&Lലൊക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഓരോന്നും സെപ്പറേറ്റ് എഴുതുന്നില്ലേ, അതുപോലെ ചിലപ്പം എല്ലാം നമുക്ക് ഇവിടെ എഴുതാൻ പറ്റില്ല എന്നല്ല, നമ്മളത് ഗ്രൂപ്പ് ചെയ്തിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ ഫിക്സഡ് അസറ്റ്സ് ഉണ്ടാവും, കറണ്ട് അസറ്റ്സ് ഉണ്ടാവും, അതിൻ്റെ അണ്ടറിലൊക്കെ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒത്തിരിയും വലിയ ഐറ്റംസ് കുറേ ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് നോട്ട്സ് ആയിട്ട് വേറെ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ അണ്ടറിലാണ് കൊടുക്കേണ്ടത് ഓരോ സെപ്പറേറ്റ്. അപ്പം ഗ്രൂപ്പിംഗ് മീൻസ് ഗ്രൂപ്പിംഗ് ഐറ്റംസ് ഓഫ് സിമിലർ നേച്ചർ ഇൻറ്റു വൺ ഹെഡ്. ഒരു ഹെഡിലേക്ക് സിമിലർ നേച്ചറിലുള്ള ഐറ്റംസിനെ ഗ്രൂപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഗ്രൂപ്പിംഗ് എന്ന് പറയുക. പിന്നെ ഉള്ള ടേമാണ് മാർഷലിംഗ്. മാർഷലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഡർ ഓഫ് ഷോയിങ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഇൻ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഐറ്റംസ് എഴുതാൻ രണ്ട് തരത്തിലുള്ള ഓർഡർ ഉണ്ട്. ആ ഓർഡറിനെയാണ് നമ്മൾ മാർഷലിംഗ് എന്ന് പറയുന്നത്. രണ്ട് രീതിയിലും നമുക്ക് എഴുതാം. ആ രണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ ഒന്ന് ഓർഡർ ഓഫ് ലിക്വിഡിറ്റി ആൻഡ് ദി അതർ വൺ ഈസ് ഓർഡർ ഓഫ് പെർമനൻസ്. അപ്പം ലിക്വിഡിറ്റിയുടെ ഓർഡറിലാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ എഴുതുന്നത് എങ്കിൽ ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ ആദ്യം എഴുതും. അസറ്റ് ആണെങ്കിലും അതെ, ലയബിലിറ്റി ആണെങ്കിലും അതെ. ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസിലി കൺവേർട്ടഡ് ടു ക്യാഷ്, പെട്ടെന്ന് നമുക്ക് ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസിനെയാണ് മോസ്റ്റ് ലിക്വിഡ് ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ ലിക്വിഡിറ്റിയുടെ ബേസിസിലാണെങ്കിൽ ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റംസിനെ നമ്മൾ ആദ്യം എഴുതും. പെർമനൻസിന്റെ ബേസിസിലാണെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ്, ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റംസിനെ നമ്മൾ ഏറ്റവും താഴെ ആയിരിക്കും എഴുതാം. So this is all about balance sheet. Now let us see the format of balance sheet. നമ്മുടെ ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ്. ഹെഡിങ് കൊടുക്കുക, ബാലൻസ് ഷീറ്റ് ആസറ്റ്, ഒരു ഡേറ്റ് നമ്മൾ കൊടുക്കുക. ഇപ്പോൾ ബാലൻസ് ഷീറ്റ് ഓഫ് XYZ ആസ് ഓൺ അല്ലെങ്കിൽ ആസറ്റ്, ഒരു ഡേറ്റ് കൊടുക്കുക. പിന്നെ ഈ സൈഡിലാണ് ലയബിലിറ്റീസ്, അമൗണ്ട്, അസറ്റ്സ്, അമൗണ്ട്. ഇതാണ് നമ്മുടെ ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ്. ഓക്കെ, അപ്പം ലയബിലിറ്റി സൈഡ് ലെഫ്റ്റ് സൈഡ് ആൻഡ് അസറ്റ് സൈഡ് ഈ സൈഡിൽ. അപ്പം ഇവിടെ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഇൻ ദി ഓർഡർ ഓഫ് പെർമനൻസ്, അതായത് മോസ്റ്റ് ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആണ് എഴുതിയിട്ടുള്ളത്. ഇവിടെയും അതുപോലെ. അപ്പം ഇവിടെ ആദ്യം എഴുതിയിരിക്കുന്നത് ക്യാപിറ്റൽ ആണ്, ദെൻ റിസർവ്സ്, ലോങ് ടേം ലയബിലിറ്റീസ്, കറണ്ട് ലയബിലിറ്റീസ്. ഈ ഒരു ഓർഡറിൽ നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ് എഴുതാനുള്ളത് ആ ഒരു ഓർഡറിൽ എഴുതാം. പിന്നെ അസറ്റ്സ് ആണെങ്കിൽ ആദ്യം നമ്മൾ ഫിക്സഡ് അസറ്റ്സ്, പിന്നെ ഇൻവെസ്റ്റ്മെന്റ്സ്, പിന്നെ ഗുഡ് വിൽ ഉണ്ടെങ്കിൽ ഗുഡ് വില്ല്, പിന്നെ കറണ്ട് അസറ്റ്സ്, ആ ഒരു ഓർഡർ. അപ്പോൾ ഇതാണ് ഓർഡർ ഓഫ് പെർമനൻസ്. ഇനി ലിക്വിഡിറ്റിയുടെ ഓർഡറിലാണ് എഴുതണമെങ്കിൽ നേരെ തിരിച്ച്, അതായത് ആദ്യം കറണ്ട് ലയബിലിറ്റി വരും, പിന്നെ ലോങ് ടേം ലോൺസ് വരും, പിന്നെ റിസർവ്സ്, പിന്നെ ക്യാപിറ്റൽ. ഇവിടെ ആണെങ്കിലും ആദ്യം നമ്മൾ കറണ്ട് അസറ്റ്സ് എഴുതും, പിന്നെ ഇൻവെസ്റ്റ്മെന്റ്സ്, പിന്നെ ഫിക്സഡ് അസറ്റ്സ്. ജസ്റ്റ് റിവേഴ്സ് ദ ഓർഡർ. ഇതാണ് ബാലൻസ് ഷീറ്റ് എഴുതാനുള്ള ഫോർമാറ്റ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് നമ്മൾ മെയിൻലി പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ ട്രയൽ ബാലൻസിൽ ഐറ്റംസ് തന്നിട്ടുണ്ടാവും. അതിൽ വെച്ചിട്ട് ബാലൻസ് ഷീറ്റ് ഐറ്റംസ് ഏതൊക്കെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, ബാലൻസ് ഷീറ്റിൽ എഴുതാം. അപ്പം നമ്മൾ ഇതുവരെ നോക്കിയിരുന്നത് ട്രേഡിംഗ് അല്ലെങ്കിൽ ട്രേഡിംഗ് കൺസേൺസിൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് ആണ്. അതുകൊണ്ടാണ് നമ്മളവിടെ ട്രേഡിംഗ് അക്കൗണ്ട്, P&L അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അത് മൂന്നുമാണ് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞത്. പക്ഷേ മാനുഫാക്ചറിങ് ഫേംസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കൺസേൺ ആണ് നമ്മുടേതെങ്കിൽ, നമ്മൾ ആദ്യം ഒരു മാനുഫാക്ചറിങ് അക്കൗണ്ട് ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പോൾ അതാണ് മാനുഫാക്ചറിങ് അക്കൗണ്ട്. അപ്പോൾ മാനുഫാക്ചറിങ് അക്കൗണ്ടിന് ഒരു കൃത്യമായ ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഒരു ഫോർമാറ്റിൽ മാനുഫാക്ചറിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ, റോ മെറ്റീരിയൽ കൺസ്യൂംഡ്, വർക്ക് ഇൻ പ്രോഗ്രസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അവിടുന്ന് മാനുഫാക്ചറിങ് കോസ്റ്റ് കിട്ടണം, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് കണ്ടുപിടിക്കണം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് ഇത് കണ്ടുപിടിച്ചിട്ട് വേണം, എന്നിട്ട് വേണം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, so manufacturing concerns have to first prepare the manufacturing account in order to find out the cost of goods manufactured.
എന്നിട്ട് ഈ കോസ്റ്റ് അവരുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിച്ച് ബാക്കി നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ബാക്കിയുള്ള ഐറ്റംസും കാണിച്ചിട്ട് വേണം ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി. സോ ദാറ്റ്സ് അത് മാനുഫാക്ചറിങ് കൺസേൺസിന് മാത്രമാണ് അങ്ങനെയുള്ളത്. സോ ദാറ്റ്സ് തിങ് അബൌട്ട് മാനുഫാക്ചറിങ് അക്കൗണ്ട്.